ഇന്നത്തെ വചനചിന്ത അന്ധന് ഈശോ കാഴ്ച കൊടുക്കുന്നതാണ്. അപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, ഈശോയെ, ഇവന് കാഴ്ച നഷ്ടപ്പെട്ടു പോയത് ഇവൻ്റെ പാപം കാരണമാണോ? അപ്പോൾ ഈശോ പറയുന്നുണ്ട്, ഇവൻ്റെ പാപം മൂലമല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ് ഇവനിൽ ഇത് സംഭവിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന രോഗങ്ങളും വേദനകളും നമ്മളുടെ വിചാരം അത് ശാപമാണ് അല്ലെങ്കിൽ ദൈവകോപമാണ് എന്നൊക്കെയാണ്. എന്നാൽ ഈശോ ശക്തമായിട്ട് പറയുകയാണ്, നമ്മുടെ പാപമോ ശാപമോ അല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മിൽ പ്രകടമാകുന്നതിന് വേണ്ടിയാണ്. ആ അന്ധന് ഈശോ കാഴ്ച കൊടുത്തപ്പോൾ ആ പ്രദേശത്തുള്ള എല്ലാവരും, അവൻ്റെ കുടുംബവും അത്ഭുതപ്പെട്ടു. അതിൽ ഫരിസേയരും നിയമജ്ഞരും മാത്രമാണ് അതിനെ എതിർത്തത്. അവർക്ക് ശരിക്കുമുള്ള കാഴ്ചയില്ലായിരുന്നു, ഉൾക്കാഴ്ചയില്ലാത്തവരായിരുന്നു ഫരിസേയരും നിയമജ്ഞരും. എന്നാൽ മറ്റുള്ളവർക്ക് ഉൾക്കാഴ്ചയുണ്ട്. യഥാർത്ഥത്തിലുള്ള ഉൾക്കാഴ്ച എന്നത് ദൈവത്തെ കണ്ടെത്താനും നന്മയുടെ വഴിയെ പോകാനും നല്ലത് ചിന്തിക്കാനും ഉള്ള കഴിവാണ്. അപ്പം അന്ധന് കാഴ്ച കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ പ്രദേശം മുഴുവൻ ദൈവത്തെങ്കിലേക്ക് ഓടി അടുക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന് മാത്രമേ ഈ പ്രവൃത്തി ചെയ്യാൻ കഴിയുകയുള്ളൂ. അവർ വിശ്വസിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിലും പ്രകടം ആകുന്നത് നമ്മൾ കാത്തിരിക്കണം. ഈ രോഗം എന്തിയെ മാറിപ്പോകാത്തത്, ഈ വേദന എന്തിയെ മാറിപ്പോകാത്തത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ കരുതുക, ദൈവത്തിൻ്റെ സമയം എൻ്റെ ജീവിതത്തിലായിട്ടില്ല. ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടും, പ്രവർത്തിക്കും. ആ സമയം വരെ നമ്മൾ കാത്തിരിക്കുക. ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുക. ദൈവത്തിന് സമയമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ. ഒരു പക്ഷേ നമ്മൾ പെട്ടെന്ന് ഒരുങ്ങി, നമ്മുടെ ആത്മീയമായിട്ട് ഒത്തിരി ഒരുങ്ങി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഈശോയ്ക്ക് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ നമ്മൾ അതിനുള്ള പരിഹാരങ്ങളെല്ലാം ചെയ്ത് ഒരുങ്ങിക്കഴിയുമ്പോൾ ഈശോ കടന്നു വരും. നമ്മൾ അതേസമയം ലാഘവത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കാതെ നമ്മുടെ ആത്മീയ ചിന്തകൾ ഇല്ലാതെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കാലതാമസം വരും. ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മിൽ നടക്കാൻ കാലതാമസം വരും. അപ്പോൾ ഈശോയുടെ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ എത്രയും പെട്ടെന്ന് നടക്കണമെങ്കിൽ നമ്മൾ ഒരുങ്ങണം. നമ്മൾ മാനസികമായും ആത്മീയമായും ഒരുങ്ങണം. അതിനാണ് അനുദിന ജീവിതത്തിലെ പ്രാർത്ഥനകളും ദിവ്യബലിയും കൂദാശകളും എല്ലാം നമുക്ക് തന്നിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഒരുങ്ങി ഈശോയിൽ നിന്ന് കൃപകൾ സ്വീകരിക്കാൻ. ചിലർക്ക് പ്രത്യക്ഷമായിട്ട് പെട്ടെന്ന് സൗഖ്യം കിട്ടും, എന്നാൽ ചിലർക്ക് സൗഖ്യം കിട്ടിയെന്നിരിക്കില്ല. നിങ്ങൾ മനസ്സിലാക്കുക, ദൈവം ഇവനിൽ മഹത്വപ്പെടുന്നത് ഈ രോഗത്തിലൂടെയാണ്. അത് ഈ രോഗം വഴി ഈ വ്യക്തി സഹിക്കുമ്പോൾ ഈ സഹനത്തിൻ്റെ കണ്ണീര് സ്വർഗം തുറക്കും. അപ്പോൾ അനേകം ആത്മാക്കൾ ഈ ഭൂമിയിൽ നിന്ന് രക്ഷപ്പെടും. നമുക്ക് കടന്നു വരുന്ന സഹനങ്ങളൊന്നും നമ്മൾ സ്വന്തമായി സഹിക്കുന്നതോടൊപ്പം തന്നെ അനേകം ആത്മാക്കളെയും രക്ഷപ്പെടുത്താൻ വേണ്ടി തരുന്നതാണ്. അപ്പോൾ നമുക്ക് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഈ രോഗങ്ങളും സഹനങ്ങളുമൊക്കെ നമ്മുടെ കുടുംബങ്ങളുടെ വിടുതലായും സഭയ്ക്ക് അനുഗ്രഹമായും സമുദായത്തിന് നല്ലതായും കടന്നു വരും. ആ പ്രദേശം തന്നെ അനുഗ്രഹിക്കപ്പെടും. നമ്മൾ താമസിക്കുന്ന ഭവനം അനുഗ്രഹിക്കപ്പെടും. നമ്മളുമായി ഇടപെടുന്ന വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടും. ഒരു പക്ഷേ രോഗികളോ വേദനിക്കുന്നവരോ ഒന്നും ചെയ്യുന്നുണ്ടാകില്ല. ആ പ്രദേശവും ആ കമ്മ്യൂണിറ്റിയും ആ കുടുംബവും ആ ദേശവും ആ വ്യക്തിയുടെ സഹനം വഴി അനുഗ്രഹിക്കപ്പെടും. ഒരിക്കലും സഹനം പാഴാക്കി കളയരുത്. ദൈവം മഹത്വപ്പെടാൻ വേണ്ടി നമ്മൾ അതിനെ സ്വീകരിക്കണം. അപ്പം അന്ധന് കാഴ്ച കൊടുത്ത ഈശോയുടെ ആ സ്നേഹ നൈർമല്യം നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിലും കടന്നു വരുന്ന വിവിധ വേദനകളാലും രോഗങ്ങളാലും കടന്നു വരുന്നവരെ നമുക്ക് പ്രത്യക്ഷത്തിൽ സൗഖ്യം കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും ആത്മന ചേർത്ത് നിർത്തി അവർക്ക് ആത്മീയ സൗഖ്യം കൊടുക്കാൻ നമുക്ക് കഴിയും. അതിന് നമുക്ക് പരിശ്രമിക്കാം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.